നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ശക്തിയെപ്പറ്റി നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും മാറ്റിയെടുക്കാൻ നിങ്ങളുടെ മസ്തിഷ്കത്തിന് ശക്തിയുണ്ട്. നിങ്ങളുടെ മസ്തിഷ്കത്തിന് സമ്പത്തും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ആകർഷിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട്. പഠനങ്ങൾ പറയുന്നത് നിങ്ങളുടെ വിചാരങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചു വച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയുണ്ട്. നിങ്ങളുടെ ധാരണകൾക്കപ്പുറമാണ് നിങ്ങളുടെ ചിന്തകളുടെ ശക്തി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളിലും മാറ്റം കൊണ്ടുവരാൻ ഈ ചിന്താശക്തി കൊണ്ട് സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെപ്പോലും നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് മാറ്റാൻ സാധിക്കും. ഇതൊരു വീഡിയോ സീരീസാണ്. ഈ സീരീസിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നിങ്ങളുടെ വിചാരങ്ങൾ കൊണ്ട് മാറ്റാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും പഠിക്കും. രസകരമായ കാര്യം ഇതാണ്, ഇത് വളരെ സരളമാണ്, ഈസിയാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനെ അമാൽഗമേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ വീഡിയോ സീരീസ് പൂർണ്ണമായും കാണുക. എല്ലാ മനുഷ്യരിലും പരാജയത്തെ പറ്റിയുള്ള ഭയവും അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖവും ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും അവർ കൂടുതൽ സമയം ചിന്തിക്കുകയും അത് അവരുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവുകയും ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചിന്തകളെയും ബ്രഹ്മാണ്ടത്തോട് കണക്റ്റ് ആവുന്ന രീതിയെയും മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെ ആകർഷിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഞാൻ ഈ വീഡിയോ സീരീസിൽ വിശദമാക്കുന്നു. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, വളരെ സമൃദ്ധമായ സന്തോഷകരമായ ഒരു ജീവിതം അതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൺമുൻപിൽ കാണുക. അങ്ങനെ സമാധാനപൂർണവും സംതൃപ്തവുമായ സാമ്പത്തികമായ നേട്ടങ്ങളുള്ള എല്ലാ രീതിയിലും സംതൃപ്തിയുള്ള ഒരു ജീവിതം നിങ്ങളുടെ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ എത്രമാത്രം നല്ലതായിരിക്കും. ഇങ്ങനെയൊരു ജീവിതത്തെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം? രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ണാടിയിൽ നോക്കുക. കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുന്നു. ഇനി വളരെ സിമ്പിളായിട്ടുള്ള ഈ ടെക്നിക്ക് ഉപയോഗിക്കുക. അതായത് രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ആ സമയത്ത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതിൽ ശ്രദ്ധിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ മനസ്സിലാക്കാൻ സാധിക്കും, രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ചിന്തിക്കുന്നത് കൂടുതലും നെഗറ്റീവാണ്. ഇനി നിങ്ങൾ അതിനെ പോസിറ്റീവായ വിചാരങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, പോസിറ്റീവായ വിചാരങ്ങളിലേക്ക് മാറ്റുക. കണ്ണാടിയിലുള്ള നിങ്ങളുടെ പ്രതിബിംബത്തെ നോക്കി ഇങ്ങനെ പറയുക, ഇന്ന് വളരെ അത്ഭുതകരമായ ദിവസമാണ്. ഇന്ന് ജീവിതത്തിൽ നടക്കാൻ പോകുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനാണ്. ഇങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് വെറുതെ പോസിറ്റീവായ വിചാരങ്ങൾ പറയുന്നതിനല്ല നിർദ്ദേശിക്കുന്നത്. പറയുന്നതിനോടൊപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെയാണ് നോക്കുന്നത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെ പ്രതിയുള്ള ആ ദൃഷ്ടികോൺ മാറ്റണം. നിങ്ങളുടെ പഴയ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കാതെ പകരം നിങ്ങൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നുവോ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നിങ്ങളെ നോക്കാൻ ആരംഭിക്കണം. ഒരു പുതിയ മനോഭാവത്തോടു കൂടി നിങ്ങൾ നിങ്ങളെ തന്നെ സമീപിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ സമ്പന്നനും വിജയിയുമായ ഒരാളെ പോലെ നോക്കണം. ആ ഒരു ദൃഷ്ടികോണിൽ, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രീറ്റ് ചെയ്യണം. ഈ ഒരു പ്രാക്ടീസ് നിങ്ങളുടെ ആന്തരിക വൈബ്രേഷനിൽ മാറ്റം കൊണ്ടുവരും. വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്, നിങ്ങൾ പറയുന്ന വാക്കുകൾ വെറും വാക്കുകളല്ല, അവ വൈബ്രേഷനുകളാണ്. ഈ വൈബ്രേഷനുകൾ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ആകർഷിക്കുന്നതും അതിൻ്റെ ആകർഷണത്തെ തടസ്സപ്പെടുത്തുന്നതും. അതെ, നിങ്ങളുടെ വിചാരങ്ങൾക്ക് നിങ്ങളുടെ വാസ്തവികതയെ, അതായത് റിയാലിറ്റിയെ നിർമ്മിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങളുടെ മസ്തിഷ്കത്തെ നിങ്ങളോട് തന്നെ സംസാരിച്ച് ഗ്രഹണശീലമാക്കുക. അതായത് നല്ല നല്ല കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിനായിട്ടും ആകർഷിക്കുന്നതിനായിട്ടും ട്രെയിൻ ചെയ്യുക. ഈ വീഡിയോയുടെ അടുത്ത പാർട്ട് നാളെ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത പാർട്ട് മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.